മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ നഗരത്തിൽ തീപിടുത്തമുണ്ടായിരിക്കുകയാണ്. ദിവാൻജി മൂലയിലെ ആക്രിക്കടയ്ക്കാണ് തീപിടിച്ചത്. ഒരു പെട്ടി ഓട്ടോ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും കത്തി നശിച്ചിട്ടുണ്ട്. വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി അനീഷ് ആന്റണി ഉണ്ട് തൃശ്ശൂരിൽ നിന്നും. അനീഷ്, എങ്ങനെയാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത്? ആളപായം എന്തെങ്കിലും ഉണ്ടോ? തുളസി, ഇന്ന് രാവിലെ 10:45ഓടെയാണ് തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തൃശൂർ നഗരത്തിൽ തന്നെയുള്ള ദിവാൻജി മൂല ജംഗ്ഷനിലെ ആക്രി സാധനങ്ങളുടെ കച്ചവടം നടത്തുന്ന സ്ഥാപനത്തിനാണ് തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തത്തിൽ ആക്രി സാധനങ്ങൾ അതുപോലെ തള്ളുവണ്ടികളും 2 ഓട്ടോറിക്ഷയ്ക്കും പെട്ടി ഓട്ടോറിക്ഷയ്ക്കും തീപിടിച്ചു. ഇതിൽ ഒരു പെട്ടി ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തി നശിച്ചു, ഒരെണ്ണം ഭാഗികമായും കത്തിയിട്ടുണ്ട്. നാട്ടുകാർ ഇടപെട്ടുടൻ തൃശൂർ ഫയർ സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു. ഇവിടെ നിന്നെത്തിയ 2 യൂണിറ്റ് ഫയർഫോഴ്സ് 3/4 മണിക്കൂറോളം പണിപ്പെട്ട് 11:30ഓടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഈ സ്ഥാപനത്തിൽ ജീവനക്കാരും ഈ തീപിടിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. പൊങ്കൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സ്വദേശികളായ ജീവനക്കാർ തമിഴ്നാട്ടിലേക്ക് പോയിരിക്കായിരുന്നു. ഇവർ മടങ്ങി എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജീവനക്കാർ ആരും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഈ തീപിടുത്തം നടന്ന ഈ ആക്രി സാധനങ്ങൾ കൂട്ടിയിട്ട പറമ്പും അതിനോട് ചേർന്ന ഒരു ഷെഡും ഉണ്ട്. ഷെഡിലേക്ക് തീ പടരാതെ ഫയർഫോഴ്സിന്റെ കഠിന പരിശ്രമം മൂലം ഈ ഷെഡിലേക്ക് തീ പടർന്നില്ല. പക്ഷേ ആക്രി സാധനങ്ങൾ അതുപോലെ ഓട്ടോറിക്ഷകളും തള്ളുവണ്ടികളും കത്തി നശിച്ചു. 4ഓളം ഓട്ടോറിക്ഷകൾ ഇവിടെ ഉണ്ടായിരുന്നു. 2 ഓട്ടോറിക്ഷകൾ പ്രദേശത്തുള്ളവർ ചേർന്ന് തള്ളി മാറ്റിയതിനാൽ അതിന് തീപിടുത്തം ഉണ്ടായില്ല. എന്നാൽ 2 ഓട്ടോറിക്ഷയ്ക്ക് തീപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു ഓട്ടോറിക്ഷ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും കത്തി നശിച്ചു. ഈ തീപിടുത്തം നടന്ന ഈ സ്ഥലത്തിന് ചുറ്റും നിറയെ വാഹന വർക്ക്ഷോപ്പുകളും അതുപോലെ വീടുകളും കടകളും നിറഞ്ഞൊരു സ്ഥലമാണ്. തൃശൂർ റെയിൽവേ സ്റ്റേഷനോട് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. ഫയർഫോഴ്സിന്റെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് ഈ പ്രദേശങ്ങളിലേക്ക് തീ വ്യാപിക്കാതെ വലിയൊരു ദുരന്തത്തിലേക്ക് വഴിമാറാതെ ഈ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. എന്തായാലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പട്ടാമ്പി സ്വദേശി സെയ്ദ് അലവി സ്ഥലം വാടകയ്ക്കെടുത്ത് നടത്തുന്ന സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിനാണ് തീപിടിച്ചത്. തുളസി, അനീഷ്, തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടുണ്ടോ? വ്യക്തമായിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് ആണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുള്ളതൊന്നും വ്യക്തമായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് എന്തായാലും അന്വേഷണം ഉണ്ടാകും. എന്തായാലും തീപിടുത്തം വലിയൊരു രീതിയിലേക്ക് പടരാതെ, ഈ പ്രദേശത്തേക്ക് പടരാതെ വീടുകൾക്കും മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾക്കും വർക്ക്ഷോപ്പുകളിലേക്കും തീ പടരാതെ ഫയർഫോഴ്സിന്റെ സംയോജിതമായ ഇടപെടൽ ഉണ്ടായി. അത് തന്നെ വലിയൊരു കാര്യമാണ്. എന്തായാലും 3/4 മണിക്കൂറോളം നേരം പണിപ്പെടേണ്ടി വന്നു ഫയർഫോഴ്സിന്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി പൂർണ്ണമായും പ്രവർത്തിപ്പിച്ചാണ് ഈ തീ. അനീഷ്, തൃശൂർ നഗരത്തിലെ ദിവാൻജി മൂലയിലെ ആക്രിക്കടയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഒരു പെട്ടി ഓട്ടോ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും കത്തി നശിച്ചു. പട്ടാമ്പി സ്വദേശി സെയ്ദ് അലവിയുടെ സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ്. വിവരങ്ങളാണ് അനീഷ് ആന്റണി നൽകിയത്.